ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടിനടുത്ത് കോയിക്കൽ പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് ഇൻട്രോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടേ. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ പല യാത്രകളിലും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ പറയാറില്ല. അപ്പം ഇതൊന്ന് പറഞ്ഞു തന്നെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് കൊച്ചു കോയിക്കലാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം ഉണ്ടായിരുന്നു ഇൻട്രോയിൽ. കൊച്ചു കോയിക്കൽ ബ്രിഡ്ജ് പാലം, ചെറിയൊരു പാലം. ഇനി ഇതിനെതിരായിട്ടൊരു നല്ലൊരു കടയുണ്ട് കേട്ടോ. ഇതുണ്ട്, കപ്പ ഡെലിവറി, ബിരിയാണി, ബീഫും പഴംപൊരിയും, ബീഫും പിന്നെ എന്തൊക്കെയാ അവിടെ വേറെ ബോർഡ് വെച്ചോ, ബീഫും ഹൽവായും, അങ്ങനെ വ്യത്യസ്തമായ കുറേ പരിപാടികൾ. വീട്ടിലെ ഊണ് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും ഹോട്ടലിന്. അവരെന്നെ താഴെ ഇതിൻ്റെ താഴെ ഇവരുടെ വീട്, അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാനോർത്ത് തന്നെ വീട്ടിലോട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്. ശരിയായ ഒരു വീട്ടിലൂടെ തന്നെ നമ്മൾ കഴിച്ചു കേട്ടോ. കപ്പളങ്ങ തോരൻ, നല്ല മീൻകറി, പിന്നെ മാങ്ങാച്ചാറ്, പിന്നെ അതിൻ്റെ കൂടെ സലാഡ്, തേങ്ങാ ചമ്മന്തി, ഇതൊക്കെ കൂട്ടിയാണ് കേട്ടോ. ഇത് ബ്രിഡ്ജ് റെസ്റ്റോ കഫേ. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അകത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ഒരു കാര്യം എടുത്ത് കാണിക്കില്ല. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ താഴെയാണ് ഇവരുള്ളത്. അധികം സംവിധാനമൊന്നുമില്ല, എങ്കിലും നല്ലൊരു ഫുഡൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. അവിടുത്തെ ചേച്ചിക്ക് കാലൊക്കെ വയ്യാണ്ടിരിക്കുവാണ് ഞാൻ കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് സീതത്തോട് ഭാഗത്തേക്ക് പോവുകയാണേ, അവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ. സീതത്തോടിൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടേ എടുക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാൽ ഇവിടെയൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടേ ഞാനിപ്പോൾ ഇതിനു മുമ്പിലത്തെ ആങ്ങമൂഴി വീഡിയോ കണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് ചെന്ന് സീതത്തോടുകൂടെയൊക്കെ പോകുന്ന വഴിയുള്ള വഴിക്കാഴ്ചകളായിട്ട് കണ്ടങ്ങ് പോകാവേ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കാണത്തുള്ളൂ. പള്ളിയുടെ ഒരു സൈഡാണ് നമ്മൾ കണ്ടോളൂ കേട്ടോ. ട്രിനിറ്റി മാർത്തോമ ചർച്ച, അവിടെ ഒരു സ്കൂളും ഉണ്ടേ. ഇതിലെ പോയ കോട്ടപ്പാറ മലനട ശിവക്ഷേത്രം 2.5 കിലോമീറ്റർ കേട്ടോ. അത് കയറ്റമാണോ ഇറക്കമാണോ എന്നറിയത്തില്ല. അങ്ങനെ അങ്ങ് പോകും മുകളിലോട്ട്. ഇവിടെ നിന്ന് ഇത് വഴി തിരിയുന്നുണ്ട് കേട്ടോ. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് അള്ളുങ്കൽ കോട്ടമൺപാറ എന്ന ഭാഗത്തേക്കൊക്കെ വഴി പോകുന്നുണ്ടേ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ പാലമൊക്കെ ഉണ്ടേ. പിന്നെ ഇപ്പുറത്തായിട്ട് പവർ ഹൗസ് ഉണ്ട്, കക്കാട് പവർ ഹൗസ്. പത്തനംതിട്ടയൊക്കെ നേരെ വഴി മുന്നോട്ട് സീതത്തോട് ടൗണിൻ്റെ കാഴ്ചകളൊക്കെയാണ്. നമുക്ക് ആ പാലം കടന്ന് അങ്ങോട്ട് പോയിട്ട് ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കട തുറന്നിട്ടുണ്ട്, ഈ ഒരു കട അതും തുറന്നിട്ടുണ്ട്, തട്ടുകട. പാലത്തെ നിന്ന് പുഴയുടെ കാഴ്ചകളൊന്നും കാണാം. സീതത്തോട്ടിലെ പുഴ ആങ്ങമൂഴിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന പുഴ കണ്ടോ. പിന്നെ പവർ ഹൗസ് ഉണ്ട് കേട്ടോ, അവിടെയാണ് പവർ ഹൗസ്. പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞ് വരുന്ന വെള്ളവും ഉണ്ട് ഇതിനകത്തെ. ഈ വഴിക്ക് പോയാലാണ് കോട്ടമൺ പാറ അങ്ങനെയൊക്കെയുള്ള ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, പുഴ ഒഴുകി വരുന്നതുകൊണ്ട് നല്ല മഴക്കാലമായ അതിശക്തമായ വെള്ളമൊക്കെ ആയിരിക്കും ഇവിടെ. ഗവി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അവിടെയൊക്കെ മരുതൊക്കെ പൂന്നുകൊണ്ടേ. നമ്മളിപ്പോഴപ്പുറത്ത് ആ കടയിൽ നിന്ന് ചോറുണ്ടല്ലേ ഉള്ളൂ, അല്ല ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കായിരുന്നു. മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടയിൽ. പലഹാരങ്ങളൊക്കെ കിടപ്പുണ്ട് ഈ കടയിലും ഉണ്ട്. കൈതച്ചക്ക, വാഴക്കുല, പലഹാരങ്ങളൊക്കെ ഉണ്ട് കുറേ. ചെറുകടികളൊക്കെ ഉണ്ട്. ഇത് സാധാരണ പെട്ടിക്കടയാണ്, നാരങ്ങാവെള്ളമൊക്കെ. സീതത്തോട് ടൗണിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോകണം നമുക്ക്. ഇവിടെ ചുറ്റോട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം ഇറങ്ങി നടന്ന് കാണുമെങ്കിൽ നമ്മളൊരു ദിവസം രാവിലെ വന്ന് ഇറങ്ങണം ഇവിടെ. എന്നാൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമേ. സീതത്തോട്ടിലെ പുതിയ പാലം കണ്ടോ. ഈ പാലം പണ്ട് നമ്മൾ ഇതിൽ വന്നപ്പോൾ ഇവിടെ ഈ പാലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടുന്ന് കണ്ട ഇടത്തോട്ട് കിടക്കുന്ന ആ വഴിക്കൂടെ നമ്മൾ പോയത്. ഇനിയിപ്പോൾ നേരെ അക്കരെ എന്നിട്ട് ബസ് സ്റ്റാൻഡ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കയറിപ്പോകാം. ഇപ്രാവശ്യം നമ്മൾ സീതത്തോട്ടിൽ അധികം കാഴ്ചകൾ ഇങ്ങനെ കാണാൻ നിൽക്കുന്നില്ല. 2 പ്രാവശ്യം ഞാൻ സീതത്തോടിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. വന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടുപോകാം. അവിടെ കണ്ടോ ഒരു ഷോപ്പിംഗ് മാള്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ ഷോപ്പിംഗ് മാളിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിനകത്ത് തിയേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ദൃശ്യം 3യുടെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററെല്ലാം കൂടിയുള്ളൊരു ഷോപ്പിംഗ് മാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വലിയൊരു ഷോപ്പിംഗ് മാൾ തന്നെ കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് നേരത്തെ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നേ.
ഇപ്പോൾ ആ മാർക്കറ്റ് ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല. കുറേ കടകളൊക്കെ ഇതിനകത്തൊക്കെ കാണുമല്ലോ. അപ്പോൾ സീതത്തോട് ടൗണിൻ്റെ ഒരു കാഴ്ചകളിലൊക്കെ നമുക്കിങ്ങനെ കാണാം. സീതത്തോട്ടിൽ നമ്മളിങ്ങനെ വന്നപ്പോൾ കണ്ടോ ഈ ഒരു ടേണിങ് ഇവിടെ നല്ല രസമുണ്ടോ കേട്ടോ കാണാനായിട്ട്. ഇവിടുന്ന് അങ്ങനെയാണ് റോഡ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ മേളിലൊക്കെ കാലിയായിട്ട് കിടക്കുന്ന വീടുകളാണ് ഇതൊക്കെ. ഇവിടുന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ലേ. പക്ഷെ മുകളിലോട്ടുള്ള വീട്ടിലൊക്കെ ആളുണ്ട് കേട്ടോ. ഇവിടെ സ്ഥലം കൊടുക്കാനിട്ടിരിക്കുകയാണല്ലോ, വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സീതത്തോടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലൊക്കെ പണ്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നിരിക്കും അല്ലേ. എല്ലാം ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇവിടെ ഒന്നും ഇപ്പം ആൾക്കാരെ കാണില്ല. അങ്ങനെ കുറേ വീടുകൾ ഈ പത്തനംതിട്ട ജില്ലയിലുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കുണ്ടോ എത്ര നല്ല മനോഹരമായ വീടുകളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി. ഈ ഭാഗത്തൊക്കെ പണ്ട് ഞാൻ ഈ സോളാറിൻ്റെ പരസ്യമൊക്കെ ആ പോസ്റ്റൊക്കെ കെട്ടി വെച്ചായിരുന്നേ. ഈ ഭാഗത്ത് കൊണ്ട് കുറച്ച് വീടുകളിലൊക്കെ സോളാർ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, ആ നടുക്കത്തെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇവിടെ വാണ്ടർ കിട്ടിയിട്ട് എന്നെ ആരും വിളിച്ചില്ല കേട്ടോ. എന്നാൽ ജസ്റ്റ് ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യേണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റായിരുന്നു ഞാൻ വാണ്ടർ കെട്ടിയിട്ടതേ. സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പരസ്യ ബോർഡ് കണ്ടോ. എല്ലായിടത്തും പച്ച ബോർഡല്ലേ, ഇവർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവർക്ക് ഇനി കുറേ ദൂരത്തിൽ പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഇപ്പം നമ്മൾ സീതത്തോട് പഞ്ചായത്ത് കഴിഞ്ഞു കേട്ടോ. ചിറ്റാർ 86 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത പഞ്ചായത്ത് ഏതാണ് പോലും. നല്ല റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇനി അങ്ങോട്ട് ഇപ്പം നമ്മൾ ചിറ്റാർ ടൗണിലേക്ക് ചെല്ലുവേ. ഇവിടെ ഇടത് സൈഡിലൊരു വലിയ പാറവടയുണ്ട് കേട്ടോ. പണ്ടൊക്കെ അത് കാണാൻ പറ്റുമായിരുന്നേ, പക്ഷെ ഇപ്പോഴങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായിരുന്നേ ആ പാറവടയിലോട്ട് കയറുന്ന വഴി കേട്ടോ. കുറേ ടിപ്പറൊക്കെ കിടക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരു മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇരുണ്ട് കെട്ടി വരുന്നത്. അതിനായിട്ട് മുമ്പായിട്ട് നമ്മൾ ചിറ്റാറ് ചെല്ലുമായിരുന്നത് നല്ലതായിരുന്നു. ചിറ്റാറിലൊരു ചെറിയ പുഴ കണ്ടോ. ഈ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ പൈനാപ്പിൾ ഫാമാണ്. ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ മുക്കൂട്ടുകാരൊക്കെ മുണ്ടക്കയന്ന് കയറി വരുന്ന വഴിക്ക് കാണാമല്ലേ, അതുപോലെയുണ്ട്. ഇവിടെ നമുക്ക് പെരുന്നാട്, എരുമേലി, റാന്നിയൊക്കെ പോകാം കേട്ടോ, വലത്തോട്ടുള്ള വഴിക്ക്. ചിറ്റാറ്, താഴത്തക്കവല, അച്ചൻകോവിൽ, വയ്യാറ്റുപുഴ, കോന്നിയൊക്കെ നേരെ തന്നെ പോണേ. അപ്പോൾ പെരുന്നാടൊക്കെ ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൂടെ താഴോട്ട് കിടക്കുന്ന വഴി പെരുന്നാട്, എരുമേലിയൊക്കെ പോകണം. താഴെ നമ്മൾ കണ്ട വഴിക്ക് പോകത്തില്ല കേട്ടോ, അവിടെ വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇനി നമുക്ക് മുകളിലോട്ട് ആ വഴിക്കാണ് പോകണ്ടേ. ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് വയ്യാറ്റുപുഴ ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ. തണ്ണിത്തോട്, വയ്യാറ്റുപുഴ, അച്ചൻകോവിലിന് 70 കിലോമീറ്റർ ഉണ്ട് ഈ റൂട്ടിലെ. ഇപ്പോൾ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറണം. ചിറ്റാറ് മോളത്തെ കവലയിലോട്ട് വന്നുകൊണ്ടിരിക്കാം, മാർക്കറ്റ് ജംഗ്ഷനൊക്കെ. അങ്ങനെ മഴ വന്നു. സീതത്തോടിനുള്ള ബസ് പോകുന്നുണ്ടോ. ചിറ്റാർ ബസ് സ്റ്റാൻഡൊക്കെ അത് ഇടത്തോട്ട്. ഇവിടെ ചന്തയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ, താഴെ വശത്തെങ്ങാണ്ട്. ബസ് സ്റ്റാൻഡ് അവിടെ. ചന്ത കാണാൻ ജീപ്പ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ജീപ്പ് സ്റ്റാൻഡ് ചിറ്റാർ. ചന്ത താഴെയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ വലിയ മെച്ചമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നില്ല. ഇത്തിരി കച്ചവടമൊന്നും ഇല്ലെന്ന് പറയുന്നു. പണ്ടിവിടെ വലിയ മാർക്കറ്റൊക്കെ ആയിരുന്നേ. ഓടി ഓടി വരുന്നൊരു മഴ കേട്ടോ. അപ്പം മഴ മാറി. ചിറ്റാർ ചന്തയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ വാതുക്കെ തന്നെ ഒരു മാർക്കറ്റ്, ഒരു കടയുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട്. താഴോട്ട് മീൻകടയുണ്ട്. പിന്നെ താഴോട്ട് ഇനി കടകളുണ്ടോ. ചന്തയിലെ കാഴ്ചകൾ കാണാനോ ഇതൊക്കെയാണല്ലേ ചന്ത. പഴം, പച്ചക്കറികൾ, ഇതൊക്കെ പണ്ട് വലിയ മാർക്കറ്റായിരുന്നല്ലേ. ഞാനിങ്ങനെ കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ കട്ടപ്പനയിൽ വരുമോ. ചന്തയായിട്ടൊന്നും അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചന്ത. അവിടെ അങ്ങോട്ടൊക്കെ സ്റ്റാളൊക്കെ ഉണ്ട്, ആളൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ആ ഉള്ള ആട്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുമോ. ചിറ്റാർ ചന്ത ഇതാണ് കേട്ടോ.
ഒരുമാതിരി പന്ന മഴ കേട്ടോ ഇവിടെ പെയ്യുന്നേ. ഓർത്തോർത്തോ കുറേശ്ശെ ഒരു മഴ പെയ്ത്. അയ്യോ ഞാനിപ്പോൾ പെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകുമെന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ പെയ്യുവാണ്, നല്ലോണം പെയ്യും, അതുമില്ല. എന്താണ് ഇവിടെ ഒരു കെട്ടിടം. ചിറ്റാറിന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നായിരുന്നേ. ഇവിടെ വെള്ളിമല റബ്ബർ എസ്റ്റേറ്റുകാരുടെയാണ് കേട്ടോ. ഇതുണ്ടോ ഇവിടെ കൂത്താട്ടുകുളം എസ്റ്റേറ്റാണേ. അതിൻ്റെ തന്നെ ആയിരിക്കും ബാക്കി അങ്ങോട്ടുള്ളത് അല്ലേ. മുന്നോട്ട് പോവാം. മുന്നിലാ ഒരു ബസ് പോകുന്നുണ്ട് കേട്ടോ. ഇത് കറിക്കയം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ചെങ്ങന്നൂര് പത്തനംതിട്ട നേരെ. ഫോറസ്റ്റാണോ റബ്ബർ തോട്ടമാണ്. ഒരു സൈഡ് റബ്ബറാ, മുകളിൽ എന്താണ് കാട് പോലെയാണല്ലോ. നിഴലടിച്ച് കിടക്കുന്ന റോഡ്. നമ്മള് ചിലപ്പോ വടശ്ശേരിക്കര ചെന്നിട്ടായിരിക്കും അപ്പുറത്തെ റോഡെ കയറുന്നത് കേട്ടോ. നോക്കട്ടെ, ഇടയ്ക്കുന്ന വലിയ കുഴപ്പമില്ലാത്ത റോഡുണ്ടോ നോക്കട്ടെ. എരുമേൽ സൈഡിലോട്ട് മാറാൻ. അങ്ങനെ നമ്മള് ആ ഒരു റൂട്ടിൽ കയറും. കട്ടർ റോഡിനകത്തോട് ഓടിക്കാൻ വയ്യുന്നേ. മേലെല്ലാം വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ താഴെ പുഴയുടെ കാഴ്ചകൾ കാണാം കേട്ടോ. എവിടെയൊന്ന് കയറി നിൽക്കുന്നതെന്ന് അറിയില്ല. ഇത് കണ്ടോ, നമ്മുടെ ചിറ്റാറ് പുഴ. ഇപ്പം ചിറ്റാറ് പുഴ എന്ന് പറയാം. സീതത്തോട്ടിൽ നിന്ന് വന്നിട്ട്. അതോ പമ്പാ നദിയാണോ ഈ വരുന്നത്? അവക്കാമ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് താഴെ എന്തായാലും തോട്ടമല്ലോ വേണം. അവക്കാടാന്നാണോ കഴിക്കുക എന്താണോ? പുഴയുടെ കാഴ്ച കാണാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ നമ്മൾ വീണ്ടും വനത്തിൽ കയറി. ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ട് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലോട്ട് കയറി കേട്ടോ. വനത്തിനുള്ളിൽ കൂടെ സൂര്യപ്രകാശം അടിച്ചെത്തുന്ന ഒരു കാഴ്ച ഉണ്ടോ. അപ്പുറത്തെ ഇവിടെ ഒരു പോലീസ് ക്യാമ്പ് ഉണ്ട് കേട്ടോ. കാട്ടിലെ ഇവിടെയൊക്കെ പണിക്ക് പോയിട്ട് പോകുന്ന ചേച്ചിമാര്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടി കേട്ടോ. ഇവിടെ നമുക്ക് ആ പുഴയുടെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാമേ. നോക്കി, ഇങ്ങോട്ട് വന്നപ്പോൾ പുഴയിലധികം വെള്ളമില്ലാന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു അമ്പലമുണ്ടേ. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. വലിയൊരു ആൽമരം. ഈ അമ്പലം ഒരു ദേവീക്ഷേത്രമാണെന്ന് തോന്നുന്നു. അതെ, മണിയാർ ശ്രീ ദുർഗാ ദേവീ ക്ഷേത്രം. അപ്പം മണിയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തി കേട്ടോ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കടയൊക്കെ അടച്ചിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോലീസ് ക്യാമ്പാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ പോയെന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയല്ല. താഴെ ഇനി മണിയാർ ഡാം കിട്ടും കേട്ടോ. മണിയാർ ഡാമിൻ്റെ അതിലെ കാരണം എന്നാലും മണിയാർ ഡാമിൻ്റെ അതിലെ പോയിട്ട് വഴി എപ്പടി മോശമായിരുന്നേ. അതിലെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഇത് മണിയാറാണ്. മണിയാർ പോസ്റ്റ് ഓഫീസ്. താഴെ എന്താ വില്ലേജ് ഓഫീസോ ഇതെന്തൊക്കെയാണ്. മണിയാർ കൊച്ചു പാലം കണ്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. പട്ടിയുടെ അങ്കം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ഇതൊരു കടയുണ്ട്. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം അല്ലേ. ഇപ്പുറത്തൊരു കട, ചെറിയൊരു സ്റ്റേഷനറി കടയൊക്കെ ഉണ്ട്. പഴക്കൊലയൊക്കെ കിടക്കുന്ന കേട്ടോ. പെരുമ്പാറ്റപ്പുഴ മണിയാർ മാമ്പാറ റോഡാണ് ഇതിലേ പോകുന്നത്. ഇതിലേ അന്ന് ഞാനൊരു ദിവസം പോയിട്ടാണ് വെട്ടിലായി പോയത്. വല്ലാത്തൊരു റോഡായിരുന്നു. ചായ ഏതായാലും ഒരെണ്ണം കുടിക്കാം. ഞാൻ മണിയാറിന്ന് ഈ പെരുന്നാട് പോകുന്ന വഴിക്ക് കയറി കേട്ടോ. നേരത്തെ അതിലെ ബോർഡറായിരുന്നു. വഴി അപ്പടി പോയി കിടക്കായിരുന്നു. നടുപൊടി വഴിയായിരുന്നു. ഇപ്പോൾ വഴി കുഴപ്പമില്ലെന്ന് അവിടെ ഞാൻ ചായ കുടിക്കാൻ കയറിയില്ലേ കടയിലെ അച്ചായി പറഞ്ഞത്. പോയി നോക്കാം. അപ്പുറത്തോടെ പോയാൽ നമ്മൾ വടശ്ശേരിക്കരയൊക്കെ ചെന്നേച്ച് റാന്നി വഴി കയറി പിന്നെ വേണം വരാനായിട്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. നല്ല വെയിലിന് വണ്ടിക്കാർ ഓടടിച്ചിട്ട് പോകാം. ഞാൻ ഈ വീഡിയോ എടുത്തോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ പുഴ, മുകളിൽ നമ്മൾ കണ്ട പുഴ കൈത്തോടിങ്ങനെ ഒഴുകി താഴോട്ട് ചെല്ലുന്നുണ്ടേ. നമ്മളപ്പുറം കണ്ട കക്കാടാറാ കേട്ടോ. കക്കാടാറ് വന്നിട്ട് ഇവിടെ മണിയാർ ഡാമിൽ വന്നിട്ട് പിന്നെ അത് പമ്പയാറുമായിട്ട് പോയി കൂടുവാണ്. ഇവിടെ KSEBയുടെ ഒരു പുതിയ കെട്ടിടമൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കനാലൊക്കെ പോകുന്നുണ്ടേ. അപ്പുറത്ത് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുപോകുന്നേ.
കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ മണിയാർ ഡാം കാണാതെ. വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അതിനുള്ള വെള്ളം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ കാണുമായിരിക്കും. മണിയാർ ഡാം കവിഞ്ഞൊഴുകാനുള്ള വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. 1, 2, 3 ഷട്ടറോ. അതിപ്പുറത്ത് ഒന്നുകൂടെ ഉണ്ടോ തോന്നുന്നു അല്ലേ. പിന്നെ മുകളിൽ കൂടെ ഒക്കെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ. പെരിനാട് എസ്റ്റേറ്റിൻ്റെ ആണ് കേട്ടോ ഈ ഇടത് സൈഡുള്ള. 1993 ഒരു എസ്റ്റേറ്റാണ് അവിടെ. 93 83 ഇവിടെ ഒരു തൂക്കുവാലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഷിപ്പിനുള്ളിൽ കുറേശ്ശെ വെള്ളം ചാടുന്നുണ്ടേ. വലുതായിട്ടൊന്നും വരാനില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്നൊരു ഡാമാണ്. തൂക്കുവാലം നോക്കിയേ അക്കരയ്ക്ക്. ഈ വഴി ഇനി മുന്നോട്ട് പോയിട്ട് നമുക്ക് പെരുന്നാൾ ചെല്ലും കേട്ടോ. നമ്മുടെ വലത് സൈഡിൽ കൂടെ ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് പോയിട്ട് ഇനി പമ്പയാറുമായിട്ട് പോയി ചേരുവേ. പുഴയുടെ തീരം കണ്ടോ, നല്ല രസമല്ല കാണാൻ. അങ്ങ് മുകളിലൊരു വീടൊക്കെ കാണാവേ. എന്നാ പരന്നു എന്തോ പേരുള്ളൊരു വീടൊക്കെ അല്ലേ. നല്ല രസമുണ്ടോ കാണാനായിട്ട്. താഴെ പുഴ, മുകളിൽ ഇങ്ങനെ ബിൽഡിങ്ങൊക്കെ പണിത റിസോർട്ടുകളൊക്കെ ആയിട്ട് പണിതിട്ട് നല്ല രസമായിരിക്കും കാണാനല്ല താമസിക്കാനും കൊള്ളാം അല്ലേ. പുഴയിൽ നല്ല വെള്ളമാണ്. നല്ല മഴ പെയ്താൽ വെള്ളം ഇവിടം വരെ കയറും കേട്ടോ. നമ്മളീ പോകുന്ന റോഡിലൊക്കെ ഇപ്പം തന്നെ ആ പുഴയിൽ നല്ലോണം ഈ റോഡിലോട് മെത്തി എന്ന് പറഞ്ഞ പോലെ വെള്ളമുണ്ടേ. ഈ പുഴയുടെ ഓരത്തൊക്കെ താമസിക്കുന്നവർക്ക് എന്തൊരു ഭീഷണിയാന്ന് നോക്കി. ഇവിടെയൊക്കെ വെള്ളം കയറാൻ ആദ്യം താമസമില്ല. ഇപ്പോഴത്തെ മുകളിൽ അതിന് മാത്രം മഴ. ഇന്ന് നമ്മൾ കണ്ടോ പകല് മുകളിൽ സീതോട്ടിലൊക്കെ ഒരുവിധം നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. ആ മഴയുടെ വെള്ളമെല്ലാം കൂടെ കയറിയായി വരുന്നത്. പിന്നെ വെള്ളം കയറി വരാൻ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇതുകൊണ്ട് ആ മണൽ കിടക്കുന്നുണ്ടോ. ആ മണൽ കിടക്കുന്ന ഒരു പ്രശ്നം. മണൽ അത്രയും കെട്ടിക്കിടക്കല്ലേ. അതിൻ്റെ മുകളിലോട്ട് വെള്ളം വരുമ്പോൾ പെട്ടെന്ന് കരയ്ക്കോട്ട് കവിഞ്ഞ് കയറും. മണൽ കോരുവാണെങ്കിൽ വെള്ളം കുറേ താഴും. ഇതിലേ ഇങ്ങനെ പോകുമ്പോഴേ നല്ലൊരു കൂളിംഗ് ഉണ്ടേ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു സൈഡിൽ പുഴയല്ലേ. പിന്നെ ഇവിടെ കുറച്ച് മരത്തിൻ്റെ തണലുമുണ്ട് നന്നായിട്ടേ. അതുകൊണ്ട് വലത്തെ സൈഡിൽ പുഴയാട്ടോ. കക്കാറ് ഇപ്പം നല്ലൊരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം പെരുന്നാട് വരെയൊക്കെ എത്താറായിട്ടുണ്ടേ. ആദ്യം നമ്മൾ പ്രാവശ്യം ഇതിലേ വന്നപ്പോഴത്തേക്കും ഓടിയിട്ട് വഴി തീരുകയല്ലായിരുന്നേ. ഇന്ന് അത്ര ഒരു പ്രശ്നം തോന്നില്ല. കുറച്ച് വഴിയും കൂടെ പോയാൽ പെരുന്നാടെത്തും കേട്ടോ. പെരുന്നാട് പള്ളിയൊക്കെ കഴിഞ്ഞായിരുന്നേ. പെരുന്നാടെത്തി. അങ്ങോട്ട് പോയാൽ പത്തനംതിട്ട വടശ്ശേരിക്കര ആ റൂട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മൾ ഈ വഴിക്കാണ് പോകുന്നവേ. പെരുന്നാട് പാലം കണ്ടോ. അങ്ങ് ദൂരെ പള്ളിയുടെ കുരിശൊക്കെ കാണാം. പെരുന്നാട് സിറ്റിയുടെ സ്റ്റാർട്ടിങ് ഭാഗം കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴെ ഒരു ജംഗ്ഷൻ കൂടെ ഉണ്ടേ. അവിടെ നമ്മൾ ഇടത്തോട്ട് പോവേ. ആ കവലയിൽ നമ്മളിങ്ങോട്ട് വന്ന് ഇടത്തോട്ട് മാറി നേരെ പോയ ശബരിമല കേട്ടോ. ഈ റൂട്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെരുന്തേനരുവി ആ റൂട്ടിലോട്ട് പോവാം. MTM ബദനി സ്കൂളാണ്. ഇതിൻ്റെ പുറകിലായിട്ട് ബദനി ആശുപത്രിയൊക്കെ ഉണ്ടായിരുന്നേ. പെരുന്നാട് അങ്ങോട്ടാണ് ആശുപത്രിയൊക്കെ വരുന്നത്. പെരുന്നാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ മുന്നോട്ട് വന്നു കേട്ടോ. വേറെ താഴത്തെ കവലയുണ്ട്, അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നേ. നമുക്ക് ഈ റൂട്ടിൽ പോയാലൊരു 10 കിലോമീറ്റർ പോയാൽ പെരുന്തേനരുവി ചെല്ലുവേ. അവിടെ നമുക്ക് ഷോർട്ട് കട്ട് കയറി വെച്ചുച്ചിറ കയറി പോവാം. വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നോണ്ടേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കാഴ്ച കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു പള്ളി, സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, നാറാണമൂഴി. ഇപ്പം നമ്മൾ നാറാണമൂഴി പഞ്ചായത്തിലോട് കയറി കേട്ടോ. അത്തിക്കയം എത്തി. അത്തിക്കയം ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ പെരുന്തേനരുവി ചെല്ലുമെന്ന് പറഞ്ഞേ. ആ വഴിക്ക് അങ്ങനെ പോയാലോ. നമ്മൾ ആ അക്കരെ അത്തിക്കയത്തോട്ട് പോകാതെ അത്തിക്കയത്തിന് ഇക്കരെന്നാ തിരിഞ്ഞു കേട്ടോ. ഈ വഴിക്ക് പെരുന്തേനരുവിയുടെ അങ്ങോട്ടൊക്കെ കുറച്ച് ദൂരമുള്ളേ. അവിടെ നിന്ന് നമുക്ക് കയറി പോകാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഇടത്ത സൈഡിൽ കൂടെ പുഴ താഴോട്ട് ഒഴുകുന്നുണ്ടേ. ഇത് അവിടെ ചെന്ന് പെരുന്തേനരുവിയായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഡാമിന് അങ്ങോട്ട് പോയിട്ടേ ഇവിടെ നമുക്ക് പുഴ കാണാം കേട്ടോ. ഇത് താഴെ ചെന്ന് പെരുന്തേനരുവിയായിട്ട് കൂടി യോജിച്ച് പോകും അല്ലേ.
വീണ്ടും നമ്മൾ വനത്തിൽ കയറിയാണ് പോകുന്നത്. മുകളിലോട്ട് റോഡ് പോകുന്നുണ്ടല്ലോ, അതെങ്ങോട്ട് പോകുന്ന അത് വേറെ വഴിയാണ് തോന്നുന്നു അല്ലേ. ഈ വഴി ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ പെരുന്തേനരുവിക്ക്. പെരുന്തേനരുവിക്ക് ഉണ്ട് വീഡിയോ നിർത്തണം. ഇടയ്ക്കാണ് വേറൊരു പൊല്ലാപ്പ് വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ ബാറ്ററി ഒരു 10 ബാറ്ററി സെറ്റ് ഇരിക്കട്ടെ, അതിൻ്റെ ഒരു ബാറ്ററിയുടെ ടെർമിനലിലാണ് കത്തിപ്പോയി. എങ്ങനെ കത്തിപ്പോയെന്ന് അറിയില്ല, അത് വെച്ചിട്ട് കുറേ ആയതാണ്. അപ്പോൾ ആ കുടിച്ചങ്ങനെ ഇന്ന് ഉടഞ്ഞുടഞ്ഞ് പോയതായിരിക്കും. ഇനിയിപ്പോൾ ആദ്യം തന്നെ ബാറ്ററി അവിടെ നിന്ന് വലിച്ചു പോക്കണം. ഹോട്ടലിൽ വെച്ചാൽ 10 ബാറ്ററിയുടെ ഇൻവെർട്ടറായി. ഇവിടെയൊക്കെ വനം കയറി വരുന്നുണ്ടോ, പെട്ടെന്നാണ് വനം കയറി വരുന്നത്. താഴെ പുഴ, ഇവിടെ വനം. തെളിഞ്ഞോ? ആ വനം കഴിഞ്ഞോ? ഇപ്പോൾ ഒരു സൈഡേ വനമുള്ളെന്ന് തോന്നുന്നു. പത്തനംതിട്ട ജില്ല മുഴുവൻ വനമാണല്ലോ അല്ലേ, കൂടിയ ഭാഗവും വനമാണ്. കോന്നിയിൽ വനം, ശബരിമല വനം, പിന്നെ ഇങ്ങോട്ട് മാറി എവിടെയാ നമ്മൾ പ്ലാപ്പള്ളി കയറി ആ വഴി വനം, മൊത്തം വനമാണ്. ഇപ്പോൾ വനം മാറി കൃഷിയിടമായി കേട്ടോ. ഈ വഴിക്കായാലും നമ്മൾ ഇതുവരെ വരാത്തൊരു വഴിയാണ്. നോക്കാം, ഇനി അങ്ങോട്ട് റബ്ബർ കാടുകൾ. ഓ അങ്ങനെ പോകാത്ത എന്തായാലും വഴിയുണ്ടല്ലേ. നമ്മൾ കുറച്ച് വഴിക്കല്ലേ പോയിട്ടുള്ളൂ എല്ലായിടത്തോടെ. നമ്മൾ ഈ കുടമുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ താഴെ ഒരു സ്കൂളൊക്കെയാണ് തോന്നുന്നു താഴെ കാണുന്നത്. കുടമുരുട്ടി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമം. ഇവിടെ ഒരു കടയുണ്ട്, താഴെ 2-3 കടകളൊക്കെ ഉണ്ട്. കുടമുരുട്ടിയിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കുടമുരുട്ടിയിൽ നമ്മൾ വീണ്ടും ഫോറസ്റ്റിനകത്തോട്ടാണോ കയറുന്നത്? ഫോറസ്റ്റാണോ ഈ വനമെല്ലാം? വീണ്ടും വനക്കാഴ്ചകൾ. പെരുന്തേനരുവിക്ക് പോകണോ? ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു കേട്ടോ. ഇവിടെ നീ വഴിക്ക് അങ്ങനെ പോയാൽ പെരുന്തേനരുവി ആ ഭാഗത്തോട്ട് പോകാം. അപ്പം നമുക്ക് ഈ വഴിക്ക് തന്നെ പോകണം കേട്ടോ. ഈ കോൺക്രീറ്റ് റോഡാണ് കുറേ അങ്ങോട്ട്. തേക്കും കൂപ്പും അങ്ങനത്തെ അല്ലാത്ത ഇങ്ങനത്തെ എല്ലാം ഒരു കുറേ വനം. ഇതിലേ ഇങ്ങനെ കയറി കുടമുരുട്ടിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറി ഫോറസ്റ്റിനകത്തോട് തന്നെ പോകണം. പണ്ടൊരിക്കൽ ആദ്യമായിട്ട് ഞാൻ ഇതിലെ വന്നിട്ട് പകുതി വഴി പോയിട്ട് തിരിച്ചു വന്നേ. കുറേ ആകുമ്പോൾ എനിക്കൊരു വല്ലാത്ത പേടി പോലെയായി. പഴയ കുറേ കോൺക്രീറ്റ് ഒക്കെ ആയതേ, പായലുണ്ട്. അത് കാരണം അതുപോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഇതിലെ വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് സഞ്ചാരമൊന്നുമില്ല, ചെറിയ ചെറിയ വാഹനങ്ങളേ ഉള്ളൂ. ഇത് നേരെ ആ പെരുന്തേനരുവി പിന്നെ പവർ ഹൗസില്ലേ, പവർ ഹൗസിന് അങ്ങോട്ടായി വഴിയല്ലേ. കുറച്ച് മുമ്പ് മഴയും പെയ്തു, പിന്നെ വെയിലും കൂടെ ആയിപ്പോയി. നല്ല രസമുണ്ടല്ലേ ഇതിനകത്തോടെ ഇങ്ങനെ പോകാൻ. ഇനി അങ്ങോട്ട് കാട്ടിൽ കൂടെ അങ്ങോട്ട് പോയി നല്ല സീനറിയാണേ. കണ്ടോ, നല്ല രസമല്ലേ. കുറേ ദൂരം ഇങ്ങനെ ഒരു ലെവലി റോഡുണ്ട്. അന്ന് എനിക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ ഭയങ്കര പേടിയായിപ്പോയി. പക്ഷെ ഇതിലെ വരാൻ പേടിക്കാനൊന്നുമില്ല കേട്ടോ, ധൈര്യമായിട്ടേക്ക് പോരാ. ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കൊരു വല്ലാഴികയാണേ. അയ്യോടെ ഇതെന്നാന്ന് വെച്ചിട്ട് ഈ കാടിന് ഓരോ സ്ഥലത്ത് ഓരോ സീനറി കേട്ടോ. ഇപ്പം നമ്മൾ അപ്പുറത്തുനിന്ന് വന്ന വേറൊരു ഇതിലല്ലേ, ഇവിടെ നോക്കിയേ വേറൊരു ഭാവം. കോൺക്രീറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സൈഡ് മാറി മാറി എടുത്തേനെ. ഈ കോൺക്രീറ്റിൽ അത്യാവശ്യം പായലൊക്കെ ഉണ്ട്. പായലുള്ളതുകൊണ്ട് ഒറ്റക്കയിൽ വണ്ടി നിയന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വേസ്റ്റും പ്ലാസ്റ്റിക്കൊക്കെ അയിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതൊരു വളവാ. ഇതൊരു കുറച്ച് ദൂരം കൂടെ ഉള്ളേ. ഇവിടെ ഇടതുവശത്ത് താഴെയാണ് ഈ പവർ ഹൗസ്. ആ കാണുന്നുണ്ടോ? അവിടെ കയറി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അവർ സമ്മതിക്കും. ഇന്നാൾ പ്രാവശ്യം ഇതിലെ പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ അവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല, സൈഡിൽ നിന്നൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ പിന്നെ നമ്മളിനിപ്പോൾ വലത്തോട്ടാണ് പോകുന്നത്. ഈ റോഡ് അങ്ങോട്ട് ചെന്ന് കയറുന്ന ആ ഡാമിൻ്റെ മുകളിലോട്ടാണ്. ഈ
കനാല്, ഈ ഒരു സൈഡിൽ കനാലാട്ടോ. ആ കനാലിൽ കൂടെയാണ് വെള്ളം ഇങ്ങോട്ട്. സാധാരണ തുറങ്കത്തിൽ കൂടെ ഒക്കെ കൊണ്ടുവരുന്നത്, പെൻസ്റ്റോക്ക് പോയി കൂടെ കൊണ്ടുവരുന്നത് പോലെയായിട്ട് ഇവർ കനാലിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ വെള്ളം കൊണ്ടുപോയിട്ട് അവർ പവർ ഹൗസിലേക്ക് എത്തിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരുവിധം വെള്ളം ഉണ്ട് കേട്ടോ, നിറഞ്ഞു ഒഴുകുന്നുണ്ടോ താഴോട്ട്. കക്കാടാറ് വന്നിട്ട് പമ്പയാറുമായിട്ട് കൂട്ടി യോജിച്ച് പെരുന്തേനരുവി വഴി ഇങ്ങനെ താഴോട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഓ, ഇവിടെ നോക്കണം ഇതുകൊണ്ടോ വെള്ളം നല്ല രീതിയിൽ തുറന്നു വിട്ടിട്ടുണ്ട് ഇതിലെ കേട്ടോ. അതിലെ കവിഞ്ഞ് വെള്ളം കൂടെ പോകുന്നുമുണ്ട്. ഇതുകൊണ്ടോ കവിഞ്ഞ് താഴോട്ട് പുഴയിലോട്ട് പോകുന്നത്. പിന്നെ ആ ഒരു വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ മറിയുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഡാമിൻ്റെ മുകളിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ വരമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മളെ പിന്നെ സീതത്തോട്, ചിറ്റാറ്, മണിയാറ് ആ വഴിക്കൊക്കെ കയറി വന്നു കേട്ടോ. ലാസ്റ്റ് വന്നിപ്പോൾ പെരുന്തേനരുവിയുടെ അവിടെ എത്തിയേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.